60 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ ഡേ 8 ആണ് ഇന്ന്. എന്റെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് 69.35 ആയിരുന്നു. ഇന്നത്തെ വെയിറ്റ് 68.20 ആണ് കേട്ടോ. ഇപ്പം നമ്മൾ 8ാമത്തെ ദിവസമാണ്. എന്നിട്ട് പോലും ഇപ്പോഴും നമ്മുടെ കൂടെ ആൾക്കാർ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കൂടെ കൂടുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരുടെയും റിസൾട്ടൊക്കെ ഞാൻ കമൻസ് വഴി മെസ്സേജസ് വഴി ഒക്കെ വായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ടുണ്ടായിരുന്ന കഷ്ണം മാങ്ങ, 4 മുട്ടയുണ്ട്, അതിൽ 3 എണ്ണത്തിൻ്റെ എഗ് വൈറ്റും 1 എണ്ണത്തിൻ്റെ എഗ് യോക്കും 5 ആൽമണ്ട്സും. ഈ ആൽമണ്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ അളവ് ശ്രദ്ധിക്കണം. ഒരു 5 to 6 ഇൻ എ ഡേ അതിൽ കൂടാൻ പാടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു, വർക്കൗട്ടൊക്കെ കഴിഞ്ഞു, പിന്നെ അപ്ഡേറ്റ് ഒക്കെ സ്റ്റോറി ആയിട്ടൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് പോയി വന്നിട്ട് ഒരു ഗ്രീൻ ടീ കുടിച്ചാൽ ഈ ഗ്രീൻ ടീ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നല്ല, അതങ്ങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊരു അടിപൊളി ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണേ. അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് എങ്കിലും ഒരു ദിവസം കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കീൻവയില്ലേ, അത് ചുമ്മാ ഉപ്പിട്ട് വേവിച്ചത്, സാമ്പാർ, കുറച്ച് സാലഡ്, പിന്നെ അത് സോയാബീൻ ആണ് കേട്ടോ. എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു ഈ സോയാബീൻ. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ തൈറോയ്ഡ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിലുണ്ടല്ലോ, നമ്മുടെ തൈറോയ്ഡ് മെഡിസിൻ കഴിച്ചിട്ട് 4 മണിക്കൂറിനുള്ളിലാണെങ്കിൽ സോയ കഴിക്കാൻ പാടില്ല. 4 മണിക്കൂറിന് ശേഷം കഴിക്കുക കേട്ടോ. മോഡറേഷനിൽ കഴിച്ചാൽ മതി, അല്ലാതെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണ്ട. ഞാനും ഒരു തൈറോയ്ഡ് പേഷ്യൻ്റ് ആണ് കേട്ടോ. 4 മണിയായപ്പോൾ ചായ കുടിച്ചു. ഗ്രീൻ ടീ കുടിക്കണം എന്നായിരുന്നു ആലോചിച്ചത്. പിന്നെ എൻ്റെ ഈ സ്ഥായി ഭാവമാണ് കേട്ടോ. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഫേസ് എപ്പോഴും. ഇതിലും ഇറിറ്റേറ്റഡ് ഫേസ് ആണെങ്കിലേ ഉള്ളൂ. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു HR മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ. അതാണ് നിങ്ങൾ എന്നെ എപ്പോഴും ഈ റൂമിൽ തന്നെയായിട്ട് കാണുന്നത്. എന്നെ ഇവിടെ ഞാൻ തന്നെ പ്രതിഷ്ഠ ഇരുത്തിയേക്കാണ്. പിന്നെ ഡിന്നറിന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ സാലഡാണ്. ഈ ചിക്കൻ സാലഡിൻ്റെ റെസിപ്പി ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി കണ്ടോളൂ. ടേസ്റ്റ് അതിഗംഭീരമാണ്, എക്സ്ട്രീംലി ഹെൽത്തിയാണ്, വെയിറ്റ് ലോസിന് അടിപൊളി സംഭവമാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ വെയിറ്റ് എത്രയായി, ഡേ 8ത്തെ വെയിറ്റ് എത്രയായി, ഡേ 1ത്തെ വെയിറ്റ് എത്രയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ നിങ്ങൾ ഇതൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നും കൂടെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അത് നമ്മൾ ഒരുപാട് നമ്മുടെ പ്രോഗ്രസ് അറിയാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യേ. അപ്പോൾ ഈ വീഡിയോയും ഇതിൽ കാണിച്ച ഫുഡൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്തോളാം. വെയിറ്റ് ലോസ് ജേർണിയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം, നമ്മളോട് കൂടിക്കോ. അപ്പോൾ നാളെ കാണാവേ. ബൈ.